ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരുപറ്റ ആൾക്കാരുടെ ലാക്കുന ഇപ്പോഴും ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലുണ്ട്. ഡോക്ടർമാരെന്നും ടീച്ചേഴ്സാണ് ശരിക്കും. കാരണം ഡേ 1 മുതൽ നമ്മൾ കൊളീഗ്സിനെയും ജൂനിയേഴ്സിനൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് വരുന്നത് തന്നെ. ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റീസ് ശരിക്കും കറക്റ്റായിട്ട് നടക്കണമെന്ന് എൻഷുവർ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരുപാട് സപ്പോർട്ടിങ് സ്റ്റാഫുകളാണ്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ബില്ല് കൂടുതലാണെങ്കിൽ ആൾക്കാർ പറയുന്നത് ആ ഡോക്ടർമാരുടെ ലൂട്ടിംഗ് ആണ് എന്ന് പറയില്ലേ. ചിലപ്പം ഒരു ഹോസ്പിറ്റലിൽ എന്താ ഒരു സ്കാനിങ്ങിന് റേറ്റ് കൂടുതലാണെങ്കിൽ പറയും ഡോക്ടർമാർ പൈസ അടിച്ച് മാറ്റുന്നതാണ്. ശരിക്കും ഈ മരുന്നിൻ്റെ വിലയൊന്നും തീരുമാനിക്കുന്ന ഡോക്ടർമാരല്ല, അത് ഫാർമസി കമ്പനിക്കാരാണ്. ഈ സ്കാനിങ്ങിൻ്റെ മെഷീനിൻ്റെയും ഇതിൻ്റെയൊക്കെ കോസ്റ്റ് വെച്ചിട്ടാണ് ഈ സ്കാനിങ്ങിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷെ അതൊക്കെ ഡോക്ടർമാർ തീരുമാനിക്കുന്ന എന്നുള്ള രീതിയിലാണ് ഒരു കൺസെപ്റ്റ്. എനിക്കും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഈ ഫീൽഡിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു രോഗിൻ്റെ ട്രീറ്റ്മെൻറ്റിലായാലും എന്തിലായാലും ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ഈ മെഡിക്കൽ ടീമിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലുകൊണ്ട് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് ഒരാൾ മരിച്ചിട്ട് കാഷ്വാലിറ്റിയിലേക്ക് എത്തിയെന്ന് പറഞ്ഞു, അതിലെന്താ അത് മെഡിക്കോ ലീഗൽ കേസാണ്, അതിൽ ഓട്ടോപ്സി അത് പോസ്റ്റ്മോർട്ടം നിർബന്ധമാണ്. പക്ഷെ നമ്മളെ നാട്ടിലുണ്ടാകുന്നൊരു സെനാരിയോ ആലോചിച്ച് നോക്കൂ. ഹോസ്പിറ്റലിലേക്ക് ഒരു ആൾ മരിച്ച് വന്ന ഒരു ആക്സിഡൻറ്റ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ അതൊരു ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോഴേക്കും കുറേ ആൾക്കാർ നമ്മൾ ഇപ്പോൾ ഡോക്ടർ അതിന് ഓട്ടോപ്സി വേണം, പോസ്റ്റ്മോർട്ടം വേണം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും കുറേ ആൾക്കാർ അതിനെ സാർ എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കി തരികയോ കീറി മുറിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ ഡോക്ടർമാർക്ക് ആർക്കും ഇങ്ങനെ കീറി മുറിക്കാന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷെ അതൊരു നിയമപരമായിട്ടുള്ള മെഡിക്കോ ലീഗൽ അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ കുറേ ആൾക്കാർ ഇടപെടും, ചിലപ്പോൾ രാഷ്ട്രീയക്കാർ വരും അതൊന്നും ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞാൽ. പക്ഷെ അതങ്ങനെ നടക്കൂല. പക്ഷെ അത് ആൾക്കാർക്ക് മനസ്സിലാവും. ഈ ആൾക്കാരൊക്കെ വിചാരിക്കും ഈ ഹോസ്പിറ്റലുകാർ അല്ലെങ്കിൽ ഈ ഡോക്ടർമാരുടെ കടുംപിടുത്തം കൊണ്ടാണ് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ടതെന്ന് വിചാരിച്ചിട്ട് അതൊരു അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കും. അപ്പം ഈ ഘട്ടമൊക്കെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലെ PROs ആണ്. ഈ ലെവലിലേക്ക് ഇറങ്ങിയിട്ട് ആൾക്കാരുമായിട്ടും ഈ പേഷ്യൻസ് അതായത് ആ വിക്ടിമിൻ്റെയും അവരുടെ കുടുംബക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് ഈ നിയമവശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ സമാധാനപൂർവ്വം ആ ഓട്ടോപ്സി ചെയ്യണം എന്നുള്ള ആ നിർബന്ധം അവരെ അറിയിച്ച് ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ PRO പോലുള്ള ആൾക്കാർ. അപ്പം സത്യത്തിൽ ഡോക്ടറുടെ തീരുമാനം തരുന്നത് ഓട്ടോപ്സിക്ക് വിടണം എന്നുള്ളത് മാത്രമല്ല, പക്ഷേ അതിലുണ്ടായിട്ടുള്ള ആ മാനസികമായിട്ടുള്ള ആ സംഘർഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് അലിവിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ PRO ഒക്കെ ചെയ്തിട്ടുള്ള റോള് ഭയങ്കര ഇതിനാണ്. അപ്പം ഈ ഓരോ ഹോസ്പിറ്റലിലും ഇതുപോലത്തെ ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു കേട്ടോ, ഒരുപാട് കേസുകളുണ്ട് ഇങ്ങനത്തെ മെഡിക്കൽ ലീഗലോ അല്ലാത്ത എല്ലാം. അപ്പം പെട്ടെന്ന് ഒരു ബാഡ് ന്യൂസ് ഉണ്ടാവും ഹോസ്പിറ്റലിൽ, ബാഡ് ന്യൂസ് പല ബാഡ് ന്യൂസ്, ഡെത്ത് ഉണ്ടാവാം, ഒരു ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇതൊക്കെ ആൾക്കാരോട് പറയുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സും അവരുടെ ആ ഒരു ഇമോഷണൽ ഇതൊക്കെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഈ ഒരു സോഷ്യൽ വർക്കേഴ്സ് ഇങ്ങനത്തെ കുറേ ആൾക്കാർ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റി എന്നുള്ളത്, അതായത് അവിടുത്തെ കെയർ ഒരു ബെസ്റ്റ് കെയർ ആയിട്ട് മാറുന്നത്. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള PRO പോലുള്ള ആൾക്കാർ മിടുക്കികളായിട്ടുള്ള PRO ഉണ്ടെങ്കിലാണ് ആ ഒരു ഹോസ്പിറ്റൽ ബാക്കിയുള്ള ഹോസ്പിറ്റലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ബെസ്റ്റ് ഹോസ്പിറ്റലായിട്ട് മാറുന്നത്. അപ്പം ഇങ്ങനെ ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരുപറ്റ ആൾക്കാരുടെ ലാക്കുന ഇപ്പോഴും ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ വാർത്തെടുക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു തോട്ട്. അപ്പം അതിനുള്ളൊരു ഒരു ആൻസറും കൂടെ നമ്മൾ കണ്ടെത്തേണ്ടത് ഒരു നല്ല രീതിയിലേക്ക് ആൾക്കാരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആക്ച്വലി ഇപ്പോൾ ആൾക്കാർക്കൊക്കെ തോന്നില്ല ഈ ഡോക്ടർമാരെന്തിനാ ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ടീച്ചേഴ്സ് അല്ലേ അങ്ങനെയുള്ള ആൾക്കാർ പഠിപ്പിച്ചാൽ പോരെ, എന്തിനാ ഡോക്ടേഴ്സ് എന്നോട് പല ആൾക്കാരും ചെയ്യും നീ ഡോക്ടർ എന്തിനാ അതൊക്കെ വിട്ട് ഇങ്ങനെ ആയത്. ഞാൻ ശരിക്കും പറയും ഞാനത് വിട്ടിട്ടല്ല, ഞാൻ സ്റ്റിൽ പ്രാക്ടീസിങ് ഇൻറ്റൻസീവിസ്റ്റ് ആണ്. ഞാൻ ICUയിൽ ക്രിട്ടിക്കൽ കെയർ മാനേജ് ചെയ്യുന്ന ഡോക്ടറാണ്. പക്ഷെ അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഉള്ള ടീച്ചിങ് കൂടെ അതിൻ്റെ കൂടെ കൊണ്ടുവന്ന. പിന്നെ മാത്രമല്ല ഡോക്ടർമാരെന്നും ടീച്ചേഴ്സാണ് ശരിക്കും. കാരണം ഡേ 1 മുതൽ നമ്മൾ കൊളീഗ്സിനെയും ജൂനിയേഴ്സിനൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് വരുന്നത് തന്നെ. അപ്പോൾ നമ്മളുടെ ഒരു ഉള്ളിലൊക്കെ ഒരു ടീച്ചിങ് അവിടെ തൊട്ടേ ഉണ്ട്. അപ്പം അത് ഒന്നും കൂടെ പോളിഷ് ചെയ്യാനും കൂടെ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റീസ് ശരിക്കും കറക്റ്റായിട്ട് നടക്കണമെന്ന് എൻഷുവർ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരുപാട് സപ്പോർട്ടിങ് സ്റ്റാഫുകളാണ്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത് ഡോക്ടേഴ്സോ നഴ്സോ മാത്രമല്ല, ഈ സപ്പോർട്ടിങ് സ്റ്റാഫ് നേരത്തെ ഡോക്ടർ പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, ഒരു PRO എന്നുള്ള വ്യക്തി ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസിനെയും ബൈസ്റ്റാൻഡേഴ്സിനെയും എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നോ അതേപോലെ ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ,
എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇങ്ങനെ ഒരു ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ശരിക്കും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് കിട്ടേണ്ട ആൾക്കാർ. ഇപ്പോൾ നമ്മൾ ശരിക്കും ഇതിലോട്ട് വരുന്നതിൻ്റെ ഒരു റീസൺ തന്നെ പലപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യം, പല ഹോസ്പിറ്റലുകളിൽ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് അതിൽ ആ ഒരു സബ്ജക്ട് നോളജ് ഭയങ്കര കുറവാണെന്നുള്ള, പലപ്പോഴും ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്താണെന്നുള്ള അവർ കൃത്യമായിട്ട് അറിയുന്നില്ല. അപ്പം ഹോസ്പിറ്റലിൽ എന്താണ് നടക്കുന്നത് കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ടത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അതായത് ഡോക്ടേഴ്സാണ്.